നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൂരം വെടിക്കെട്ട് സുരക്ഷാ വീഴ്ചയില്ലാതെ ഗംഭീരമായി നടത്തുമെന്ന് മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു എന്നിവർ അറിയിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ നിർമ്മാണം പൂർത്തിയായ വിവിധ പദ്ധതികൾ മന്ത്രിമാരായ കെ രാജനും MP രാജേഷും 17 ഉദ്ഘാടനം ചെയ്യുമെന്ന് മേയർ MK വർഗീസ് അറിയിച്ചു. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എയ്ഡഡ് സ്കൂളുകളിലെ എല്ലാ നിയമനങ്ങളും ഉടൻ പാസാക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ചെപ്പാറയിൽ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട് കർഷക കുടുംബം നിരാഹാരം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം വെടിക്കെട്ട് ഗംഭീരമായി നടത്തുമെന്ന് മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു എന്നിവർ അറിയിച്ചു. സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാതെ തൃശൂർ പൂരം വെടിക്കെട്ട് ഗംഭീരമായി നടത്തുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സാധാരണ രീതിയിൽ വെടിക്കെട്ട് നടത്തുന്നതിൽ പ്രയാസമില്ല. വെടിമരുന്ന് സൂക്ഷിക്കുന്ന അറ ശൂന്യമാക്കി വെക്കണമെന്ന പൊതു നിബന്ധന പാലിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം പൂരത്തിന് വെടിക്കെട്ട് നടത്തുക. പൂരത്തിന്റെ എല്ലാ ശോഭയും വെടിക്കെട്ടിന് ഉണ്ടാകുമെന്നും നിയമോപദേശം സ്വീകരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തി എല്ലാവർക്കും വെടിക്കെട്ട് ആസ്വദിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. നിയമപരമായി നിന്നുകൊണ്ട് തന്നെ പ്രയാസങ്ങളില്ലാത്ത രീതിയിൽ ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ച് വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ട നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നുണ്ടെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രിമാർക്കൊപ്പം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും പങ്കെടുത്തു. പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും നന്നായി നടന്നു വരികയാണ്. എല്ലാവരുടെയും നല്ല പങ്കാളിത്തത്തോടു കൂടി പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കുറവില്ലാത്ത വിധം മുന്നോട്ട് പോകാൻ തന്നെയാണ് നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മാർച്ച് 1-ാം തീയതി പൂരവുമായി ബന്ധപ്പെട്ട ആദ്യ യോഗം നടത്തി. കേന്ദ്രമന്ത്രിയും ഞങ്ങൾ മന്ത്രിമാരും എല്ലാം പങ്കെടുത്തുകൊണ്ട് തന്നെ ആദ്യത്തെ യോഗം നടക്കുകയുണ്ടായി. രണ്ടാമത്തെ യോഗം നേരിട്ട് ഫിസിക്കലായി ഇവിടെ വെച്ച് ഞങ്ങളുടെ മന്ത്രിമാരും ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ എല്ലാ വകുപ്പ് മേധാവികളും കൂടി ആ യോഗം നടത്തി. തുടർന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഓരോ വകുപ്പുകളുമായി നടത്തേണ്ട പ്രത്യേകം വിഷയങ്ങളിൽ നല്ല ആലോചന നടത്തി. പിന്നീട് വീണ്ടും PESO ഉൾപ്പെടെയുള്ള അധികാരികളുമായി നേരിട്ടൊരു യോഗം നടത്തണം എന്ന് ആദ്യം നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഇതേ വേദിയിൽ വെച്ച് തന്നെ ദേവസ്വം ഭാരവാഹികളും MLAയും മന്ത്രിമാരും PESO അധികാരികളും പോലീസും എല്ലാം പങ്കെടുത്തുകൊണ്ട് പിന്നെയും വിപുലമായ യോഗം നടത്തി. ഈ യോഗങ്ങളിലെല്ലാം വന്നു നിൽക്കുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളെല്ലാവരും തുടർച്ചയായിട്ട് ചർച്ച ചെയ്യുന്നത് പോലെ നിലവിലുള്ള ഭേദഗതി നമ്മുടെ മുമ്പിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ആ കാര്യത്തിലൊക്കെ കാണേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ ആ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ 2 മുതൽ തുടങ്ങുന്ന ചില നിയമപരമായിട്ടുള്ള കണ്ടീഷനുകൾ ഇതിനെ ഗൗരവമായി ബാധിക്കും എന്ന പൊതുധാരണയിൽ തന്നെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും വന്ന് PESOയുടെ ആളുകളോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ അവരും നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്താൻ അല്ലെങ്കിൽ ഭേദഗതികളിൽ മാറ്റം വരുത്താൻ അവർക്ക് അവകാശമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഒക്ടോബർ 11 നോട്ടിഫൈ ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡിൻ്റെ നിബന്ധനകളുടെ 35 നിബന്ധനകളിൽ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടതുപോലെ 2, 4, 6, 9, 11, 18, 22 തുടങ്ങിയ നിബന്ധനകൾ പല വിധത്തിലും നമ്മളെ ബാധിക്കുന്നതാണ് എന്ന വിധത്തിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം ദ ഡിസ്പ്ലേ ഫയർ വർക്ക് ഷാൽ ബി സ്റ്റോർഡ് ഇൻ എ ലൈസൻസ്ഡ് മാഗസീൻ ആൻഡ് ഡിസ്പ്ലേഡ് ഓൺലി അറ്റ് ദ പ്ലേസസ് ഷോൺ ഇൻ ദ പ്ലാൻ അറ്റാച്ച്ഡ് ടു ദ ലൈസൻസ്. ദ മാഗസീൻ ഷാൽ be at least 200 meters away from the display site.
തൃശൂർ കോർപ്പറേഷന്റെ ഈ കൗൺസിൽ പൊതുജനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നൂതന സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് മെച്ചപ്പെടുത്തുമെന്ന് മേയർ എം കെ വർഗീസ് കൗൺസിൽ ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒല്ലൂർ മേഖല കാര്യാലയം 17-ന് മന്ത്രി എം ബി രാജേഷും ലിഫ്റ്റിന്റെ സമർപ്പണം മന്ത്രി കെ രാജനും നിർവഹിക്കും. പൂത്തോൾ BMBC റോഡ് സമർപ്പണം 17-ന് 4:30-ന് മേയർ എം കെ വർഗീസിന്റെ അധ്യക്ഷതയിൽ മന്ത്രി കെ രാജൻ നിർവഹിക്കും. മണ്ണുത്തി പനഞ്ചകം ചിറയുടെ സമർപ്പണവും അവധിക്കാല നീന്തൽ പരിശീലനവും വൈകിട്ട് 5:30-ന് മന്ത്രി കെ രാജനും നീന്തൽ പരിശീലനം MLA പി ബാലചന്ദ്രനും ഉദ്ഘാടനം ചെയ്യും. എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കുക, ജംഗ്ഷനുകൾ വികസിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായാണ് 2015 ആ ഒരു തീരുമാനം വരികയും സർക്കാരും അതുപോലെ കോർപ്പറേഷനും ആ റോഡിന് 21 മീറ്ററായി നമുക്ക് വീതി വെപ്പിക്കാനുള്ള അമൃത് 2 മാസ്റ്റർ പ്ലാനിൽ തന്നെ തീരുമാനിച്ചു. ഞാൻ ഇന്നലെ പത്രത്തിൽ വായിച്ചു 2016 UDFിന്റെ കാലഘട്ടത്തിൽ ഏതൊരു പത്രം തെറ്റിയതാണ്. 2015 ഈ ഇടതുപക്ഷം സർക്കാർ വന്നതിന് ശേഷമാണ് ഇന്നൊരു സംരംഭം ഉണ്ടായത്. അത് വളരെ വാസ്തവമാണ്. അപ്പൊ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് നമ്മളത് 21 മീറ്റർ ആക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിനുശേഷം നമ്മൾ അടുത്ത തീരുമാനിച്ചതായിരുന്നു. കാരണം നമുക്കറിയാം, യാദൃശ്ചികമായി ഞാൻ എനിക്ക് ആ കാലഘട്ടത്തിൽ ഇവിടെ വന്നതിന് ശേഷം 2020 ഒരു ഭാഗത്ത് പോയപ്പോൾ അവിടുത്തെ സോണൽ ഓഫീസ് ഞാൻ കണ്ടു. വളരെ ഇടുങ്ങിയാണ്. ഒരു കാരണവശാലും നമുക്ക് അതിനകത്ത് കയറിയിരിക്കുന്നവരെ തന്നെ അഭിനന്ദിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ അന്നെടുത്തൊരു തീരുമാനമാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് തൃശ്ശൂരിന്റെ മെയിൻ ഓഫീസിനെ അതിനേക്കും വെല്ലുന്ന ഒരു സോണൽ ഓഫീസ് ആദ്യമായി ഒല്ലൂർ പ്രദേശത്ത് നമ്മളിപ്പോൾ കണക്ക് പൂർത്തീകരിച്ചു. നമുക്കറിയാം, എല്ലാം ക്ലീനാക്കിയിട്ടുണ്ട്, സൗന്ദര്യവൽക്കരണം കഴിഞ്ഞിട്ടുണ്ട്. വളരെ അതായത് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് പൂരത്തിൽ നിൽക്കുന്ന ഒരു ആന നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളോട് കൂടിയാണ്. അപ്പൊ നമ്മള് അതിന്റെ ഉദ്ഘാടനം നാളെ കാലത്ത് 9:30 മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ്, അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അടക്കം അത് ഉദ്ഘാടനം നിർവഹിക്കും. നമുക്കറിയാം, ഒരു ഘട്ടം കൂടി നമുക്ക് അവിടെ നിർബന്ധമായിട്ടുണ്ടാകും. കാരണം അവിടുത്തെ ടൗൺ ഹാള്, അതുപോലെ തന്നെ നമുക്കറിയാം ഓഫീസ് സമുച്ചയം, അതുപോലെ തന്നെ കോംപ്ലക്സ്, ഇത് മൂന്നും നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ എയ്ഡഡ് സ്കൂളിലെ എല്ലാ നിയമനങ്ങളും പാസാക്കണമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. KPSTയുടെ നേതൃത്വത്തിൽ നടത്തിയ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷിയുടെ പേരിൽ കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിലെ എല്ലാ നിയമനങ്ങളും സർക്കാർ തടഞ്ഞിരിക്കുകയാണ്. NSS അനുകൂലമായ വിധിയുടെ പശ്ചാത്തലത്തിൽ എല്ലാ നിയമനങ്ങളും പാസാക്കണം. സുപ്രീം കോടതി വിധി ഉണ്ടായിട്ട് പോലും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുകയാണ്. തൃശൂർ ജില്ലയിൽ മാത്രം 1000-ഓളം അധ്യാപകർ ഇത്തരത്തിലുണ്ട്. KPSTA തൃശൂർ ജില്ലാ കമ്മിറ്റി ഇതിനെതിരെ രാപ്പകൽ സമരം നടത്തി. തൃശൂർ കോർപ്പറേഷന് മുൻവശത്ത് ഏപ്രിൽ 15 ചൊവ്വാഴ്ച 5 മണിക്ക് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 16 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ ജോസ് വള്ളൂർ, MP വിൻസെന്റ്, ഷാഹിദ റഹ്മാൻ, സാജു ജോർജ് എന്നിവർ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് പത്മനാഭൻ PC അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ജയപ്രകാശ് പാറപ്പുറത്ത് സ്വാഗതം പറഞ്ഞു. ജില്ലാ ട്രഷറർ മുഹമ്മദ് റാഫി നന്ദി പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ TU ജെയ്സൺ, റേജു പോൾ, ജോബി KJ, റെയ്മണ്ട് CJ, ജസ്ലിൻ ജോർജ്, ജിജോ CR, ആൻഡോ P തട്ടിൽ, ഷീന, സുഹൈർ, ഷിജോ ഡേവിഡ്, ജിജേഷ് AK, പ്രവീൺ കുമാർ, AD സാജു, മോളി എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ നേതാക്കളായ ബിജോയ് എറണാകുളത്ത്, സെബി KJ, ശ്രീകുമാർ K, ജലജ്, പ്രവീൺ M കുമാർ, ഷിബി ശങ്കർ എന്നിവർ നേതൃത്വം നൽകി. ചപ്പാറയിൽ CPM ഭീകരതയ്ക്കെതിരെ സ്വത്തിനും ജീവനും സംരക്ഷണം ആവശ്യപ്പെട്ട് കർഷക കുടുംബം കൃഷിഭൂമിയിൽ നിരാഹാരം തുടങ്ങി. വടക്കാഞ്ചേരി ചെപ്പാറയിൽ 1976 മുൻപ് പരമ്പരാഗതമായി കൃഷി ചെയ്തു വരുന്ന ഭൂമി കളിസ്ഥലമായി വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് CPMന്റെ നേതൃത്വത്തിൽ അക്രമവും കയ്യേറ്റവും അരങ്ങേറി. ചെപ്പാറയ്ക്ക് സമീപം കിഴക്ക് ഭാഗത്ത് വടക്കേടത്ത് ചിറയിൽ ജോസഫിന്റെ കൈവശ ഭൂമിയിലാണ് കോടതി ഉത്തരവ് പ്രകാരം സംരക്ഷിത വേലി കെട്ടുന്നതിനിടയിൽ സംഘടിച്ചെത്തിയ CPM പ്രവർത്തകർ
അക്രമം അഴിച്ചുവിട്ടത്. ജോസഫിനെയും കുടുംബത്തെയും കയ്യേറ്റം ചെയ്ത് കാർഷിക ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി. ജോസഫിന്റെ മകൻ ജോബിയെ കൊലപ്പെടുത്തുമെന്ന് കൊലവിളി നടത്തി. ഫോണിലൂടെ സംരക്ഷണം ആവശ്യപ്പെട്ട് പോലീസിനെ വിളിച്ചെങ്കിലും വൈകിയെത്തിയ വടക്കാഞ്ചേരി സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കോടതി ഉത്തരവ് പ്രകാരം കാർഷിക വൃത്തി ചെയ്യുന്ന ജോസഫിനും കുടുംബത്തിനും സംരക്ഷണം നൽകുന്നതിന് പകരം അക്രമകാരികളോടൊപ്പം ചേർന്നു. അക്രമത്തിൽ പ്രതിഷേധിച്ച് 10 വയസ്സിന് താഴെയുള്ള 3 കുട്ടികളടക്കം 6 കുടുംബം അനിശ്ചിതകാല നിരാഹാര സമരം തുടരുകയാണ്. ചെപ്പാറ ടൂറിസത്തിന്റെ പേരിൽ കയ്യേറ്റവും അഴിമതിയും നടത്തി ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യരായി നിൽക്കുന്ന തെക്കുംകരയിലെ CPM നേതൃത്വം ജാള്യത മറച്ചുവെക്കുന്നതിനായി കോൺഗ്രസ് കുടുംബത്തിന് നേരെ അതിക്രമവും തെരുവ് യുദ്ധവും നടത്തുകയാണെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പറഞ്ഞു. ടൂറിസത്തോടും കായികപ്രേമികളായ യുവാക്കളോടും CPMന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ CPM നേതാവും കുന്നംകുളം MLAയുമായ AC മൊയ്തീന്റെ കുടുംബം ചെപ്പാറയ്ക്ക് തൊട്ടു താഴെ വടക്ക് ഭാഗത്ത് കൈവശം വെച്ചിട്ടുള്ള പട്ടയമില്ലാത്ത ഭൂമി തിരിച്ചുപിടിച്ച് ജനങ്ങൾക്ക് മുന്നിൽ മാന്യത കാണിക്കണമെന്നും CPMന് താൽപ്പര്യമുള്ള ആളുകൾക്ക് ഭരണത്തിന്റെ സംരക്ഷണം നൽകുകയും മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന കാലാഹരണപ്പെട്ട തന്ത്രം CPM അവസാനിപ്പിക്കണമെന്നും സമരം നടത്തുന്ന വൃദ്ധനായ ജോസഫിനും കുട്ടികളടക്കമുള്ള കുടുംബത്തിനും ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ CPM നേതൃത്വവും പോലീസും മറുപടി പറയേണ്ടി വരുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ, തെക്കുംകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജേസൺ മാത്യു, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ, നേതാക്കളായ ജയൻ മംഗലം, ഫിലിപ്പ് ജേക്കബ്, KK അബൂബക്കർ, ജോണി ചിറ്റിലപ്പള്ളി, ജോഷി കല്ലയിൽ എന്നിവരടങ്ങിയ പ്രതിനിധി സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. കേന്ദ്ര വനഭൂമിയിൽ നിന്ന് കൈവശം കിട്ടിയിട്ടുള്ള ഭൂമിയാണ്. 1977 മുമ്പ് എൻ്റെ ഫാദറിന് കൈവശം കിട്ടിയ ഭൂമിയാണ്. 1 ഏക്കറുണ്ട്. ഇത് കൃഷി ചെയ്യാനുള്ള ഓർഡറും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. ഞങ്ങൾ പട്ടയത്തിന് അപേക്ഷ കൊടുത്തിട്ട് 93 ഇത് ഫയലായിട്ടുള്ള LA3-213/93 അതാണ് അതിൻ്റെ ഫയൽ നമ്പർ. അപ്പോൾ ഇവർ ഈ സ്ഥലം കുറച്ച് കുട്ടികൾ കോവിഡിൻ്റെ സമയത്ത് കയറി പന്ത് കളിച്ചു. ആ പന്ത് കളിച്ചപ്പോൾ പിന്നെ അവരുടെ പാർട്ടി അണികൾക്ക് കളിസ്ഥലം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ എഴുതി കയറ്റി. ക്രിമിനൽ കേസാണ്. പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ വനഭൂമി എഴുതി കയറ്റിയത്. അങ്ങനെ എഴുതി കയറ്റിയിട്ട് നമ്മളെ അറിയിച്ചിട്ടില്ല. ഇതിൻ്റെ കൈവശേക്ക് ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് ഇവർ അത് ചെയ്തിട്ടില്ല. എന്നിട്ട് 2023 ഇവർ ഈ ഭൂമിയിൽ ഞങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഇവർ ഞങ്ങളെ വന്ന് ആക്രമിച്ചു. എന്നെ അപ്പനെ ഇതേ ഞങ്ങൾ ഇവിടെ ഉള്ള സമയത്ത് നവംബർ 11-ാം തീയതി ആ അക്രമം കഴിഞ്ഞ് എൻ്റെ കൈ ഒടിഞ്ഞു. മറ്റേ പല്ല് 3 പൊട്ടി കഴിഞ്ഞിട്ടും അവർ 11 പേരെ പ്രതിയാക്കി ഫസ്റ്റ് FIR ഇട്ടു. ഫസ്റ്റ് FIR ഇട്ട് കഴിഞ്ഞിട്ട് ആ കേസിൽ 9 പേരെ രാഷ്ട്രീയക്കാരായ കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉണ്ട്. അവരൊക്കെ ഉള്ള കാരണം അവരെ ഒഴിവാക്കിയിട്ടാണ് വടക്കാഞ്ചേരി CI FIR ഇട്ടത്. അപ്പോൾ ഞാൻ SP പരാതി കൊടുത്ത് അത് വീണ്ടും തുടരന്വേഷണത്തിന് ഓർഡറായി. എന്നിട്ട് പോലും ആ CI ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഹൈക്കോടതി പോയി പ്രകാരം എനിക്ക് ഇത് ഓർഡറുണ്ട്. 2023 ഡിസംബറിൽ എനിക്ക് ഓർഡർ ആയിട്ടുണ്ട്. ഈ ഭൂമിയിൽ കൃഷി ചെയ്യാനൊക്കെ ഓർഡറുണ്ട്. അപ്പം ഞാൻ പല കാരണങ്ങളിലും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഈ മഴയ്ക്ക് മുമ്പായിട്ട് ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഞാൻ അതിര് സംരക്ഷിക്കാൻ വേണ്ടി ഫെൻസിങ് ഇടാൻ വേണ്ടി ഫൗണ്ടേഷനൊക്കെ റെഡിയാക്കി. ഇതിൻ്റെ ഡിജിറ്റൽ സർവേ ചെയ്ത് സ്കെച്ച് കിട്ടിയതിന് ശേഷമാണ് ഞാൻ അതിര് പണി തുടങ്ങിയത്. രേഖകളെല്ലാം ഹാജരാക്കി എല്ലാം കിട്ടിയതിന് ശേഷമാണ് ചെയ്തത്. അങ്ങനെ പണി തുടങ്ങി. ഇവർ സകല രീതിയിലും ഭീഷണി തുടങ്ങി. ഫോറസ്റ്റുകാരെ വിടുന്നു, വില്ലേജ് ഓഫീസർമാരൊക്കെ വിടുന്നു. അപ്പോൾ ഞാൻ കോടതി ഓർഡറും ഇതിൻ്റെ സ്കെച്ചും കാര്യങ്ങളെല്ലാം അവർക്ക് സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർ അത് കണ്ടിട്ട് മടങ്ങിപ്പോയി, ഒന്നും പറയാണ്ട്. അപ്പോൾ ഇന്നലെ ലാസ്റ്റ് വാഴാനി റേഞ്ച് ഓഫീസർ വിനോദും ആളുടെ ഉയർന്ന ഉദ്യോഗസ്ഥനും പിന്നെ വേറെ 2 പോലീസുകാരും കുറച്ച് ആൾക്കാരും കൂടി വന്നിട്ട് എൻ്റെ പണി നടത്തുന്ന ഹിന്ദിക്കാരെ ഭീഷണിപ്പെടുത്തി. നാളെ നിങ്ങളിവിടെ കണ്ട അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഭൂമിയിൽ പണിയെടുക്കാൻ എനിക്ക് ഓർഡറുണ്ട്, പിന്നെ എന്തിനാ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ നിയമപരമായിട്ടൊന്നും നടക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഇന്ന് കാലത്ത് ഇവർ എൻ്റെ പറമ്പിലോട്ട് വരുന്ന വഴി പൊതുവഴി ആദ്യം അടച്ചു പൂട്ടി. പോലീസ് വരെ വന്നപ്പോൾ അവർ അടച്ചു പൂട്ടിയിട്ടൊക്കെ പോലീസിന് പോലും വണ്ടി കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്യാസ് വില വർധനയ്ക്കെതിരെ മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ AG's ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ജിന്നി ജോയ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത് ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി ഗീത CB മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റും കൗൺസിലറുമായ ലാലി ജെയിംസ്, സത്യഭാമ ടീച്ചർ, ലീല ടീച്ചർ, നിമ്മി റപ്പായി, മേഴ്സി അജി, സുനിത വിനു, ജനറൽ സെക്രട്ടറിമാരായ ഷേർലി മോഹൻ, മായ ഉദയൻ, സുഗന്ധിനി ഗിരീഷ്, ഷീല രാജൻ, PK ബീന, ജ്യോതി, ബ്ലോക്ക് പ്രസിഡന്റുമാരായ ബീന, ബുഷറ, സഫീന, ഷിജി, ഷീജ, റജീന, മണ്ഡലം പ്രസിഡന്റുമാർ, മണ്ഡലം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. എല്ലാവർക്കും
അഭിവാദ്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. 2014 ശ്രീ നരേന്ദ്രമോദി ഭരണത്തിലെത്തുമ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നത് ക്രൂഡ് ഓയിലിന്റെ വില $80 എത്തിയാൽ നമുക്ക് എല്ലാ സാധനങ്ങൾക്കും വില കുറയ്ക്കും, തന്നെയുമല്ല ഗ്യാസിന്റെ വില 400 രൂപയാക്കുമെന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ടാണ് 2014 ശ്രീ നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നത്. തൃശൂരിൽ പൂരാരവമുയരുന്നു. പാറമേക്കാവ് വിഭാഗം പൂരപന്തലിന് കാൽനാട്ടി. മണികണ്ഠനാലിൽ നടന്ന ചടങ്ങിലാണ് പന്തലിന് കാൽനാട്ടിയത്. രാവിലെ 9 മണിയോടെയാണ് പാറമേക്കാവ് വിഭാഗം മണികണ്ഠനാൽ പന്തലിന് കാൽനാട്ടിയത്. പൂരകമ്മിറ്റി ഭാരവാഹികളും ഒട്ടേറെ നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് പന്തലിന് കാൽനാട്ടിയത്. തിരുവമ്പാടി വിഭാഗത്തിന്റെ നടുവിലാൽ നായ്ക്കനാൽ പന്തലുകൾക്ക് പിന്നീട് കാൽനാട്ടും. മെയ് 6-നാണ് തൃശൂർ പൂരം. 4-ന് സാമ്പിൾ വെടിക്കെട്ട്. ആശങ്കകൾ ഒഴിഞ്ഞ പശ്ചാത്തലത്തിൽ ഇക്കുറി വെടിക്കെട്ടും പൂരവും കളറാക്കാനുള്ള ഒരുക്കത്തിലാണ്. പാചകവാതക വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് വാണഞ്ചേരി ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ പ്രതിഷേധിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ ഗ്യാസ് സിലിണ്ടർ വിലാപയാത്രയും ഗ്യാസ് സിലിണ്ടറിന് ശവമടക്കം നടത്തി തുടർന്ന് സർവമത പ്രാർത്ഥന നടത്തി അടുപ്പുകൂട്ടി തീ കത്തിച്ച് പ്രതിഷേധിച്ചു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുശീല രാജൻ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം ലീലാമ്മ തോമസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി ML ബേബി, KC അഭിലാഷ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KN വിജയകുമാർ, ജിന്നി ജോയ്, ബിന്ദു കാട്ടുങ്ങൽ, മിനി വിനോദ്, പ്രിയ ഷാജു, ബിന്ദു ബിജു, ഷേർലി മോഹൻ, സഫിയ നിഷാദ്, സഫിയ ജമാൽ, ഗിരിജ മധു പൊതുവാൾ, ഫസീല നിഷാദ്, MU മുത്തു, ജേക്കബ് പോൾ, അനിൽ നാരായണൻ, ജിഫിൻ ജോയ്, KM പൗലോസ്, വിബി ചന്ദ്രൻ, രാജു KV, AC മത്തായി, ബാബു BP തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ണുത്തിയിൽ നിന്നും പ്രകടനമായാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മഹാത്മാ സ്ക്വയറിൽ എത്തിച്ചേർന്നത്. തൃശൂർ കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണി. ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. തൃശൂർ സിവിൽ സ്റ്റേഷനിൽ ബോംബ് ഭീഷണിയുണ്ടായതിനെ തുടർന്ന് ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. കേരള പോലീസിന്റെ K9 ഡോഗ് സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. കളക്ട്രേറ്റ് വരാന്തയിലും മറ്റു ഭാഗങ്ങളിലുമായി അരമണിക്കൂറോളം പരിശോധന നടത്തിയെങ്കിലും ബോംബ് ഭീഷണിയില്ലെന്ന് ഡോഗ് സ്ക്വാഡ് സ്ഥിരീകരിച്ചു. രാവിലെ 4:30-നാണ് RDOയുടെ ഔദ്യോഗിക ഇമെയിലിലേക്ക് റാണ തഹബൂർ എന്ന വ്യക്തിയുടെ പേര് ചേർത്ത മെയിൽ ID-യിൽ നിന്ന് ഉച്ചയ്ക്ക് 1:30-ഓടെ ബോംബ് വെക്കുമെന്ന ഭീഷണി സന്ദേശം ലഭിച്ചത്. പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ കോൺഗ്രസ് പുത്തൂർ മണ്ഡലം വെട്ടുകാട് 172-ാം ബൂത്ത് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. വെട്ടുകാട് സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല കോൺഗ്രസ് പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് ബേബി തെക്കുപുറം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ, KT അവറാച്ചൻ, ജീവൻ സദാനന്ദൻ, രാജേഷ് തോണിപ്പാറ, പ്രേമൻ, ജിനോ തമ്പി, ഡെയ്സി ജേക്കബ്, ശോഭാചന്ദ്രൻ, രാമചന്ദ്രൻ, കോശി, ജോണി തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. തൃശൂർ ജവഹർ ബാലഭവനിൽ തിരുവമ്പാടി ദേവസ്വം ലക്ഷ്മിക്കുട്ടി കുട്ടികളെ സന്ദർശിക്കാൻ വന്നു. ബാലഭവൻ ഭരണസമിതി അംഗവും വില്ലടം കൗൺസിലറുമായ I സതീഷ് കുമാർ സ്വാഗതം നടത്തി. ഡോക്ടർ ഗിരിദാസ് ആനയെക്കുറിച്ചുള്ള കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. ആന 200 ലിറ്റർ വെള്ളവും 200 കിലോ ഭക്ഷണവും കഴിക്കണമെന്നും ആനയുടെ ചെവി ശരീരത്തിന്റെ ഊഷ്മളത കുറയ്ക്കാൻ സഹായിക്കുന്നുവെന്നും 6 മണിക്കൂർ ഉറങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവമ്പാടി ദേവസ്വം ലക്ഷ്മിക്കുട്ടി 3500 കിലോ ഉണ്ടെന്നും പറഞ്ഞു.
ബാലഭവനിലെ ഒരു വിദ്യാർത്ഥിയെ ആനയുടെ മുകളിൽ കയറ്റി. തൃശൂർ SPCA ഇൻസ്പെക്ടർ അനിൽ, തൃശൂർ റിട്ടയർഡ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ KG അശോകൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. തിരൂർ സഹകരണ ബാങ്ക് കെട്ടിടത്തിൽ പെട്രോളുമായി എത്തി വയോധിക ആത്മഹത്യാ ഭീഷണി മുഴക്കി. വാഴപ്പള്ളി വീട്ടിൽ 65 വയസ്സുള്ള സരസ്വതിയാണ് ബാങ്കിനുള്ളിലെത്തി പ്രതിഷേധിച്ചത്. ബാങ്കുമായുള്ള വായ്പാ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഭൂമി ലേലം ചെയ്തിരുന്നു. ലേലം നടപടികൾ പൂർത്തിയാക്കിയിട്ടും തങ്ങൾക്ക് അർഹമായ തിരികെ ലഭിക്കാനുള്ള പണം ബാങ്ക് അധികൃതർ നൽകിയില്ലെന്നാരോപിച്ചാണ് വയോധിക കുടുംബത്തോടൊപ്പം പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധത്തിനിടെ സ്ഥലത്ത് കുഴഞ്ഞു വീണ വയോധികയെ ബന്ധുക്കൾ ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ആവശ്യമായ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പുത്തൂർ സെന്റ് തോമസ് പള്ളി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പരിധിയിലെ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ നിന്നും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. പഞ്ചായത്തിന്റെ 13 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സജിത് PS, PB സുരേന്ദ്രൻ, ഷാജി വാരപ്പെട്ടിയിൽ, ജോസഫ് പടമാടൻ, ICDS സൂപ്പർവൈസർമാരായ പ്രിനു പ്രസാദ്, ദീപ എന്നിവർ പങ്കെടുത്തു. നോക്കിയേ നമുക്കറിയാം ഇന്നത്തെ കഴിഞ്ഞ അധികം പഞ്ചായത്തിലും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം വയോജനങ്ങൾക്ക് ഇങ്ങനെ ഉപകരണങ്ങൾ വയ്ക്കാനായിട്ട് നമ്മൾ പഞ്ചായത്ത് 13 ലക്ഷം രൂപയാണ് നമ്മൾ മൊത്തത്തിൽ ഭിന്നശേഷി വയോജനം കൂടി നമ്മൾ 13 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടാണ് 2024-25 വർഷം പദ്ധതിയിൽ നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നമ്മളൊരു
6 ലക്ഷത്തോളം രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. വയോജനങ്ങൾക്ക് 7 ലക്ഷത്തോളം രൂപ മാറ്റി വെച്ചിട്ടാണ് ഈ ഉപകരണങ്ങളൊക്കെ നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അത് വളരെ ഉപകാരപ്രദമായി തരാൻ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഡോക്ടർമാർ അതിന് എന്താ പറയുക, ഡോക്ടർമാർ പരിശോധിച്ച് അവർ ഏത് രീതിയിലുള്ള ഉപകരണങ്ങൾക്ക് ആവശ്യം വെച്ച് അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ഉപകരണങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി തീരാനും അവരുടെ ജീവിത രീതിയിൽ ഒരു മാറ്റം വരുത്താനും ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ ലഭിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് അതിൻ്റേതായ കുറവുകളും ഉള്ളത് കാരണമാണ് ഈ ഉപകരണങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറവ് നികത്താനും കൂടിയാണ് പഞ്ചായത്തുകൾ പദ്ധതി വെച്ചിരിക്കുന്നത്. അത് ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ എല്ലാവരിലും ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചു. പെസഹ രഹസ്യം ദാവിഞ്ചി പൊരുൾ എന്ന പേരിൽ കഥകളിയായി മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അവസാനത്തെ അത്താഴം എങ്ങനെ ചിത്രീകരിക്കണമെന്ന് ദാവിഞ്ചി യേശു സ്വപ്നത്തിൽ വിവരിച്ച പോലെ ദാവിഞ്ചിയും ശിഷ്യനും ചേർന്ന് ചിത്രം വരച്ച് പൂർത്തിയാക്കിയപ്പോൾ യേശു പ്രത്യക്ഷപ്പെട്ട് ദാവിഞ്ചിയെ അനുഗ്രഹിച്ചതായി പറയുന്നു. 2025 പെസഹ ബുധനാഴ്ച ഡാവിഞ്ചി പൊരുൾ പൂർണ്ണരൂപത്തിൽ അരങ്ങിലെത്തിക്കും. 2026 പെസഹ ബുധനാഴ്ച ഡാവിഞ്ചി പൊരുൾ പൂർണ്ണരൂപത്തിൽ അരങ്ങിലെത്തിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജോയ് കാച്ചപ്പള്ളി, ഫ്രാൻസിസ് കോടങ്കണ്ടത്ത്, ജോസ് വാഴപ്പള്ളി, കലാമണ്ഡലം സാജൻ, OJ ജോസ് എന്നിവർ പങ്കെടുത്തു. തൃശൂർ പൂരത്തിലെ തിരുവമ്പാടി ദേവസ്വം പൂരച്ചടങ്ങുകൾ വാർത്താ സമ്മേളനത്തിൽ വിവരിച്ചു. ഏപ്രിൽ 30-ന് 11-നും 11:30-നും ഇടയിൽ കൊടിയേറ്റം, ഏപ്രിൽ 30 മുതൽ മെയ് 7 വരെ പറയെടുപ്പ്, മെയ് 4-ന് കൗസ്തൂഭം ഓഡിറ്റോറിയത്തിൽ ചമയ പ്രദർശനം, മെയ് 4-ന് വൈകിട്ട് 7 മുതൽ 8:30 വരെ സാമ്പിൾ വെടിക്കെട്ട്, മെയ് 6-ന് ക്ഷേത്രം നട തുറന്ന് ചടങ്ങുകൾ ആരംഭിക്കും. മെയ് 7-ന് പുലർച്ചെ 3 മുതൽ 6 വരെ വെടിക്കെട്ട്, 12:30-ന് ഉപചാരം ചൊല്ലിപ്പിരിയൽ, രാത്രി 8-ന് കൊടിയിറക്കം. വാർത്താ സമ്മേളനത്തിൽ K. ഗിരീഷ് കുമാർ, ശ്യാം നമ്പൂതിരി, P. ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പാഞ്ചജന്യം ഹിന്ദു ജാഗരൺ സമിതിയുടെ തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 27-ന് വൈകിട്ട് ഘോഷയാത്രയും 28-ന് ഉദ്ഘാടന ചടങ്ങും നടക്കും. ഇന്ത്യൻ സോളിസിറ്റർ ജനറൽ ഉദ്ഘാടനം ചെയ്യും. ഉച്ച കഴിഞ്ഞ് നടക്കുന്ന പാർലമെന്റിൽ ദേശീയ അധ്യക്ഷൻ TP ശശികുമാർ നയിക്കും. തുടർന്ന് യതിപൂജ നടത്തും. ഇതിൽ കേരളത്തിലെ എല്ലാ ഹൈന്ദവ മഠങ്ങളിലെയും സന്യാസിമാർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാമി നന്ദാത്മജാനന്ദ, MV നടേശൻ, B. പുരുഷോത്തമൻ എന്നിവർ പങ്കെടുക്കും. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക്. മദ്യലഹരിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ. മദ്യലഹരിയിൽ സുഹൃത്തിനെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട ശേഷം സിമന്റ് ഇഷ്ടിക കൊണ്ട് ക്രൂരമായി ആക്രമിച്ച് തലയിലും നെഞ്ചത്തും പരിക്കുകൾ വരുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സാജൻ ചാക്കോയെ വടാനപ്പള്ളി പോലീസ് പിടികൂടി. വടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BS ബിനു, സബ് ഇൻസ്പെക്ടർമാരായ ശ്രീലക്ഷ്മി, റഫീഖ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജുകുമാർ, ജിനേഷ്, സിവിൽ പോലീസ് ഓഫീസർ അമൽ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് അശ്ലീല ചിത്രങ്ങൾ അയച്ചുകൊടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. ഇരിങ്ങാലക്കുടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സമാന പ്രായക്കാരിയായ പെൺകുട്ടിയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വാട്സാപ്പ് വഴി പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ച ശേഷം അശ്ലീല ചിത്രങ്ങൾ അയച്ചുകൊടുത്ത സംഭവത്തിന് പെൺകുട്ടിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തു. പ്രതി കോണത്തുകുന്ന് ചിലങ്ക സ്വദേശി ഷാനവാസിനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ SHO ഷാജൻ, SI ക്ലീറ്റസ്, ASIമാരായ മെഹ്റൂനിസ, ഉമേഷ് എന്നിവർ കേസ് അന്വേഷിച്ച സംഘത്തിലുണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മുൻപിൽ നഗ്നതാ പ്രദർശനം നടത്തിയയാളെ ഇരിങ്ങാലക്കുട DYSP KG സുരേഷിന്റെ നിർദ്ദേശപ്രകാരം ആളൂർ SI M അഫ്സലും സംഘവും പിടികൂടി. കോടാലി സ്വദേശി പുത്തൻവീട്ടിൽ
28 വയസ്സുള്ള ഗോപാൽ എന്നയാളാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വീട്ടുമുറ്റത്ത് കുട്ടികൾ കളിക്കുന്നതിനിടെ വന്ന് വാടക വീട് അന്വേഷിക്കുകയും തുടർന്ന് ഇയാൾ കുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയുമായിരുന്നു. ഇയാളെ കഴിഞ്ഞ ഞായറാഴ്ച കോടാലി 3 മുറിയിൽ നിന്നാണ് പിടികൂടിയത്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷ്, ആളൂർ SI M അഫ്സൽ, ASI VM മിനിമോൾ, സീനിയർ CPO ES ജീവൻ, CPO KS ഉമേഷ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ബാറിൽ അതിക്രമിച്ചു കയറി സെക്യൂരിറ്റി ജീവനക്കാരനെയും ബാറിലെ ജീവനക്കാരനെയും ആക്രമിച്ച കേസിൽ 7 പേർ അറസ്റ്റിൽ. കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ ബിജു KR, സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ്, ജെയ്സൺ, മുഹമ്മദ് സിയാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അൻവറുദ്ദീൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ്, ശ്യാംകുമാർ, ഗിൽബർട്ട് ജേക്കബ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂരം വെടിക്കെട്ട് സുരക്ഷാ വീഴ്ചയില്ലാതെ ഗംഭീരമായി നടത്തുമെന്ന് മന്ത്രിമാരായ K. രാജൻ, R. ബിന്ദു എന്നിവർ അറിയിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ നിർമ്മാണം പൂർത്തിയായ വിവിധ പദ്ധതികൾ മന്ത്രിമാരായ K. രാജനും MP രാജേഷും 17 ഉദ്ഘാടനം ചെയ്യുമെന്ന് മേയർ MK വർഗീസ് അറിയിച്ചു. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എയ്ഡഡ് സ്കൂളുകളിലെ എല്ലാ നിയമനങ്ങളും ഉടൻ പാസാക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജു. ചെപ്പാറയിൽ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട് കർഷക കുടുംബം നിരാഹാരം ആരംഭിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.